കൂടുതൽ വർത്തമാനം പറയാതെ ഈ നന്ദി കിട്ട നായെ ചവിട്ടി പുറത്താക്കേട്ടാ. പുറത്തേക്ക് എറിയാൻ ഇവ അകത്തേക്ക് കയറിയില്ലല്ലോ ശേര. എന്തായാലും ഇവൻ ഇനി ഇതിനകത്തേക്ക് കയറില്ല. ഇവന്റെ ഇവിടത്തെ വിളയാട്ടം തീർന്നു. ഇറങ്ങണ പുറത്ത്. അതിലൊരു ഡീലുണ്ട്. ആദ്യം ആ ഡീല് സംസാരിക്ക. ഡീലേ നിങ്ങൾ സംസാരിക്കും. എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം. ഞാൻ സംസാരിക്കട്ടെ? സംസാരിക്കണമല്ലോ. അനന്തംപിള്ള പല പ്രാവശ്യം പറഞ്ഞ് മോഹിപ്പിച്ചതാ. എന്റെ മകനെ നിങ്ങളുടെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന്. അതിനിപ്പോ എന്താ കുഴപ്പം? എന്റെ മകളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യതയൊക്കെ ദീപകനുണ്ടല്ലോ. എനിക്ക് സമ്മതമാ. പക്ഷേ അതുമാത്രം പോരല്ലോ. ഇനിയുമുണ്ടോ ഡിമാൻഡ്? ഒരു ഡിമാൻഡ് കൂടിയുണ്ട്. ഓ, എന്താ? അനന്തംപിള്ളയുടെ മകളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഇവന്റെ പേരിൽ എഴുതി വെക്കണം. അത് വിവാഹശേഷം പോരെ അംബികെ? മതി, ധാരാളം മതി. ഓ, പക്ഷേ അതിനൊരു എഗ്രിമെന്റ് എഴുതി തരേണ്ടി വരും. ഡെഫിനറ്റ്ലി. അപ്പോ പ്രതാപ് വർമ്മയുടെ എതിരാളി ഈ ദീപക്. സർ, ആ അനന്തംപിള്ള എന്താ വാസ്തവത്തില് നോമിനേഷൻ സമർപ്പിക്കാതെ പോയത്? എന്താ അയാളുടെ പരിപാടി? അവൻ കുറുക്കനല്ലേ, എന്തെങ്കിലും വക്രബുദ്ധി പ്രയോഗിക്കും. എന്താടാ? ഒരു മിനിറ്റ്, ഒരു കാര്യമുണ്ട്. താങ്കൾ എന്തുകൊണ്ടാണ് മാടപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കേണ്ട തീരുമാനിച്ചത്? മാടപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാവണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അതെന്താ, പ്രതാപ് വർമ്മയെ ഭയന്നിട്ടാണോ? പ്രതാപ് വർമ്മയുടെ സ്ഥിരം സീറ്റല്ലേ മാടപ്പള്ളി. അവിടെ അയാളെ എതിരിടാൻ എന്നെക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി കണ്ടെത്തി. അതാരാണെന്ന് ഇപ്പോ പ്രഖ്യാപിക്കാമോ? ഇപ്പൊ തന്നെ പ്രഖ്യാപിക്കാം മോനെ. ഇതാണ് പ്രതാപ വർമ്മയ്ക്കെതിരെ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി. നമസ്കാരം. ഞാനാണ് മാടമ്പള്ളിയിൽ പ്രതാപ വർമ്മയുടെ എതിരാളി ദീപക്. ദ്രോഹി, ചതിച്ചല്ലോ ദൈവമേ. മേഡം, ദൈവമേ, ഈ ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് ഇതെന്റെ ഉടായിപ്പാണെന്ന് പറയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ഞാനും ദീപക്കും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഇവർ മനസ്സിലാക്കും. BP ഒരല്പം ഹൈ ആണെന്നൊഴിച്ചാൽ ആൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇതെന്തോ ടെൻഷനിൽ നിന്നുണ്ടായതാ. ഞാൻ തൽക്കാലം ഒരു ടാബ്ലറ്റ് തരാം, അതുകൊണ്ട് കുറയും.
രാജുന് എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? ഇത് 100% തരികടയല്ലേ? അമ്മയും മകനും കൂടി നടത്തുന്ന കള്ള നാടകം. അമ്മയ്ക്കും മകനും അച്ഛൻ സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് പകരം വീട്ടിയതാ. അതെ, അവരാ പ്രതികാരം തീർക്കാൻ നേരെ അനന്തം പിള്ളയെ പോയി കണ്ടു. വർമ്മ സാറിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒന്നാന്തര ഒരു ആയുധമല്ലേ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അയാൾ അത് ഈസി ആയിട്ട് പ്രയോഗിച്ചു. മാടമ്പള്ളി മണ്ഡലത്തിൽ വർമ്മ സാറിനെതിരെ അവൻ കാൻഡിഡേറ്റ്. ഇനി എന്തെല്ലാം കള്ളത്തരങ്ങളാ ആനന്ദം പിള്ള രാഷ്ട്രീയ പ്രചരണമാക്കാൻ പോകുന്നത്. ഇവരമ്മയും മകനെയും ഈ ഇൻസിഡന്റ് കൊണ്ടെങ്കിലും അച്ഛൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ബെസ്റ്റ്. ദേ രാജു, അവൻ കഴുതപ്പുലി. വാ, അവൻ അകത്ത് കയറ്റരുത്. വാ, നിക്കട അവിടെ. നീ എങ്ങോട്ടാ ഈ ഇടിച്ചു കയറി പോകുന്നേ? എന്റെ വീട്ടിലേക്ക്. നിന്റെ വീട്ടിലേക്കോ? അജ്ഞാതനായ നിന്റെ തന്ത സമ്പാദിച്ചതാണോ ഈ വീട്? ഇതിനകത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാ അടി തരും ഞാൻ. ഇത് എന്റെ വീടാ. രാജു, ഇവനെ ഇതിനകത്തേക്ക് കയറ്റരുത്. ഞാൻ ചെന്ന് അച്ഛനെ വിളിച്ചോണ്ട് വരാം. എന്ത് ചങ്കൂറ്റത്തിലാടാ നീ നെഞ്ചും വിരിച്ച് ഇതിനകത്തേക്ക് കയറി വന്നത്? ഇതിനുള്ള ധൈര്യം നിനക്ക് ആര് തന്നു? നിന്റെ അമ്മ തന്നോ? നീയും നിന്റെ അമ്മയും ചേർന്നുള്ള കളിയല്ലടാ ഇതൊക്കെ. എന്നിട്ട് നീ ഇലക്ഷനിൽ നിന്നൊന്ന് അറിഞ്ഞപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ അമ്മയുടെ ഒരു നാടകം, ബോധം കെട്ട് വീഴല്. മാറിക്കടാ, എനിക്ക് അകത്തോട്ട് കയറണം. അകത്തേക്ക് ഒരു അടി വെച്ച നിന്റെ പെടല് ഞാൻ ഓടിക്കും. അല്ലെങ്കിൽ നിന്റെ അമ്മാവൻ ഇങ്ങോട്ട് വരട്ടെ. എന്താടാ, എന്നെ മുഖാമുഖം കണ്ട് വെല്ലുവിളിക്കാനാണോ നീ ഇത്ര ധൈര്യത്തിൽ ഇവിടെ കയറി വന്നത്? നീ എന്റെ ശത്രുവിന്റെ കൂടെ കൂടി ശത്രുപക്ഷത്ത് നിന്ന് എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വളർന്നു അല്ലടാ? കൂടുതൽ വർത്തമാനം പറയാതെ ഈ നന്ദി കിട്ട നായെ ചവിട്ടി പുറത്താക്കേട്ടാ. പുറത്തേക്ക് എറിയാൻ യവൻ അകത്തേക്ക് കയറിയില്ലല്ലോ ശേരാ. എന്തായാലും ഇവൻ ഇനി ഇതിനകത്തേക്ക് കയറില്ല. ഇവന്റെ ഇവിടത്തെ വിളയാട്ടം തീർന്നു. ഇറങ്ങണ പുറത്ത്. ശത്രുപാളയത്തിൽ ചേർന്നവൻ ശത്രുപാളയത്തിൽ തന്നെ. ഇവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, എനിക്ക് വേണ്ട അവസരങ്ങള്. നീ നാട്ടിൽ നടന്ന് ഒത്തിരി അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പല പെൺകുട്ടികൾക്കും ഓരോ കുഞ്ഞിനെ വീതം സംഭാവന ചെയ്ത് തെരുവിൽ അടിച്ചിറക്കുന്നുണ്ടല്ലോ. പോരെ, ദേ മര്യാദകേട് പറഞ്ഞാലുണ്ടല്ലോ. നിർത്തണം.